9-12-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, വിനാശത്തിനു മുമ്പേ എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകണം. ധാരണ ചെയ്ത് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൂ. അപ്പോൾ ഉയർന്ന പദവി ലഭിക്കും. ചോദ്യം: രാജയോഗി സ്റ്റുഡൻസിനുള്ള ബാബയുടെ ഡയറക്ഷൻ എന്താണ്? ഉത്തരം: നിങ്ങൾക്കുള്ള ഡയറക്ഷനാണ് ഒരു ബാബയുടേതായ ശേഷം മറ്റുള്ളവരോട് ഹൃദയം ചേർക്കരുത്. പ്രതിജ്ഞ ചെയ്ത ശേഷം പതീതമാകരുത്. പിതാവിൻ്റെയും ടീച്ചറിൻ്റെയും ഓർമ്മ സ്വതവേയും നിരന്തരവും നിലനിൽക്കും വിധം നിങ്ങൾ സമ്പൂർണ്ണ പാവനമായി മാറൂ. ഒരു ബാബയെ തന്നെ സ്നേഹിക്കൂ. ആ ഒന്നിനെ തന്നെ ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ശക്തി ലഭിച്ചുകൊണ്ടിരിക്കും. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. മനസ്സിലാക്കിക്കുന്നത് ഈ ശരീരം ഉണ്ടായിരിക്കവെയാണ്. മുന്നിലിരുന്ന് തന്നെ മനസ്സിലാക്കിക്കേണ്ടതുണ്ട്. എന്താണോ മുന്നിലിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്, അത് പിന്നെ എഴുത്തിലൂടെ എല്ലാവരുടെയും അടുക്കൽ പോകുന്നു. നിങ്ങൾ ഇവിടെ വരുന്നത് മുന്നിലിരുന്ന് കേൾക്കുന്നതിന് വേണ്ടിയാണ്. പരിധിയില്ലാത്ത ബാബ ആത്മാക്കളെ കേൾപ്പിക്കുന്നു. ആത്മാവ് തന്നെയാണ് കേൾക്കുന്നത്. എല്ലാം ആത്മാവ് തന്നെയാണ് ചെയ്യുന്നത് ഈ ശരീരത്തിലൂടെ. അതിനാൽ ആദ്യം സ്വയം ആത്മാവാണ് എന്ന് തീർച്ചയായും മനസ്സിലാക്കണം. ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു എന്ന മഹിമയുമുണ്ട്. ഏറ്റവും ആദ്യം ബാബയിൽ നിന്നും ആരാണ് വേർപെട്ടു വരുന്നത്? ഇവിടെ പാർട്ട് അഭിനയിക്കുവാൻ. നിങ്ങളോട് ചോദിക്കും, എത്ര സമയമായി നിങ്ങൾ ബാബയിൽ നിന്നും വേർപിരിഞ്ഞിരിക്കുന്നവരായിരുന്നു? അപ്പോൾ നിങ്ങൾ പറയും 5000 വർഷം. മുഴുവൻ കണക്കുമുണ്ടല്ലോ. എങ്ങനെയാണ് നമ്പർ അനുസരിച്ച് വരുന്നത് എന്നത് കുട്ടികളായ നിങ്ങൾക്കറിയാം. ബാബ മുകളിലായിരുന്നു. ആ ഒന്നും ഇപ്പോൾ താഴെ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഏവരുടെയും ബാറ്ററി ചാർജ് ചെയ്യുവാൻ. ഇപ്പോൾ ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇപ്പോഴാണെങ്കിൽ ബാബ മുന്നിലുണ്ടല്ലോ. ഭക്തിമാർഗത്തിലാണെങ്കിൽ ബാബയുടെ ഓക്കുപേഷനെ കുറിച്ച് അറിയുകയില്ല. നാമരൂപ ദേശ കാലങ്ങൾ അറിയുകയില്ല. നിങ്ങൾക്കാണെങ്കിൽ നാമം, രൂപം, ദേശം, കാലം എല്ലാം അറിയാം. നിങ്ങൾ അറിയുന്നുണ്ട്. ഈ രഥത്തിലൂടെ ബാബ നമ്മളെ എല്ലാ രഹസ്യവും മനസ്സിലാക്കിക്കുന്നു. രചയിതാവിൻ്റെയും രചനയുടെ ആദിമധ്യാന്ത്യത്തിൻ്റെയും രഹസ്യം മനസ്സിലാക്കിച്ചു തന്നു. ഇത് എത്ര സൂക്ഷ്മമാണ്! ഈ മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിൻ്റെ ബീജരൂപം ബാബ തന്നെയാണ്. ആ ഒന്ന് ഇവിടെ തീർച്ചയായും വരുന്നു. പുതിയ ലോകം സ്ഥാപിക്കുക എന്നത് ആ ഒന്നിൻ്റെ തന്നെ കാര്യമാണ്. അവിടെ ഇരുന്ന് സ്ഥാപനം ചെയ്യുന്നൊന്നുമില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ ഈ ശരീരത്തിലൂടെ നമുക്ക് മുന്നിലിരുന്ന് മനസ്സിലാക്കിക്കുന്നു. ഇതും ബാബയുടെ സ്നേഹിക്കൽ ആയല്ലോ. മറ്റാർക്കും തന്നെ ആ ഒന്നിൻ്റെ ബയോഗ്രഫിയെക്കുറിച്ച് അറിയില്ല. ഗീതയാണ് ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ ശാസ്ത്രം. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. ഈ ജ്ഞാനത്തിനു ശേഷമാണ് വിനാശം. വിനാശം തീർച്ചയായും നടക്കേണ്ടതുണ്ട്. മറ്റേതെല്ലാം ധർമ്മസ്ഥാപകർ വരുന്നുവോ, അവരുടെ വരവിൽ വിനാശം ഉണ്ടാകുന്നില്ല. വിനാശത്തിൻ്റെ ടൈം തന്നെ ഇതാണ്. അതിനാൽ നിങ്ങൾക്ക് ഏതൊരു ജ്ഞാനം ലഭിക്കുന്നോ അത് പിന്നെ ഇല്ലാതായി പോകുന്നു. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ ഈ എല്ലാ കാര്യങ്ങളുമുണ്ട്. നിങ്ങൾ രചയിതാവിനെയും രചനയെയും അറിഞ്ഞു കഴിഞ്ഞു. രണ്ടും അനാദിയാണ്. അത് തുടർന്നു വരുന്നു. ബാബയുടെ പാട്ട് തന്നെ സംഗമത്തിൽ വരുന്നതിൻ്റേതാണ്. ഭക്തി പകുതി കൽപ്പം നടക്കുന്നു, ജ്ഞാനം നടക്കുന്നില്ല. ജ്ഞാനത്തിൻ്റെ സമ്പത്ത് പകുതി കൽപ്പത്തേക്ക് ലഭിക്കുന്നു.
ജ്ഞാനമാണെങ്കിൽ ഒരേ ഒരു തവണ കേവലം സംഗമത്തിൽ ലഭിക്കുന്നു. നിങ്ങളുടെ ഈ ക്ലാസ് ഒരേ ഒരു തവണ നടക്കുന്നു. ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി പിന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കുകയും വേണം. പദവിയുടെ മുഴുവൻ ആധാരവും സർവീസ് ചെയ്യുന്നതിന്മേലാണ്. നിങ്ങൾ അറിയുന്നുണ്ട്, പുരുഷാർത്ഥം ചെയ്ത് ഇപ്പോൾ പുതിയ ലോകത്തിലേക്ക് പോകേണ്ടതുണ്ട്. ധാരണ ചെയ്ത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഇതിൽ തന്നെയാണ് നിങ്ങളുടെ പദവിയുള്ളത്. വിനാശം ഉണ്ടാകുന്നതിന് മുമ്പേ എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകണം. രചനയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ പരിചയം നൽകണം. നിങ്ങൾ തന്നെയാണ് ബാബയെ ഓർമ്മിക്കുന്നത്. ജന്മജന്മാന്തരങ്ങളിലെ പാപം ഇല്ലാതാകുന്നതിനു വേണ്ടി ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുവരെയും തീർച്ചയായും ഓർമ്മിക്കണം. പഠിപ്പിക്കുന്നവനോടൊപ്പം യോഗം ഉണ്ടായിരിക്കുമല്ലോ. ടീച്ചർ പഠിപ്പിക്കുന്നു, അപ്പോൾ ആ ഒന്നിനോട് യോഗം ഉണ്ടായിരിക്കുന്നു. യോഗമില്ലാതെ എങ്ങനെ പഠിപ്പിക്കും? യോഗം എന്നാൽ പഠിപ്പിക്കുന്ന ആളുടെ ഓർമ്മ. ഇത് പിതാവുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. 3 രൂപത്തിലും പൂർണ്ണമായും ഓർമ്മിക്കേണ്ടി വരും. ഈ സദ്ഗുരുവിനെ നിങ്ങൾക്ക് ഒരേ ഒരു തവണയാണ് ലഭിക്കുന്നത്. ജ്ഞാനത്തിലൂടെ സദ്ഗതി ലഭിച്ചു, ഇത്ര തന്നെ. പിന്നെ ഗുരുവിൻ്റെ സമ്പ്രദായം തന്നെ സമാപ്തമാകുന്നു. പിതാവിൻ്റെയും ടീച്ചറിൻ്റെയും സമ്പ്രദായം തുടരുന്നു. ഗുരുവിൻ്റെ സമ്പ്രദായം സമാപ്തമാകുന്നു. സദ്ഗതി ലഭിച്ചുവല്ലോ. നിർവാണധാമത്തിൽ നിങ്ങൾ പ്രാക്ടിക്കലിൽ പോകുന്നു. പിന്നെ തൻ്റേതായ സമയത്ത് പാർട്ട് അഭിനയിക്കുവാൻ വരും. മുക്തി, ജീവൻ മുക്തി രണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നു. മുക്തിയും തീർച്ചയായും ലഭിക്കുന്നു. അല്പസമയത്തേക്ക് വീട്ടിൽ പോയി നിവസിക്കും. ഇവിടെയാണെങ്കിൽ ശരീരത്തിലൂടെ പാർട്ട് അഭിനയിക്കേണ്ടി വരുന്നു. അവസാനം എല്ലാ പാർട്ട്ധാരികളും വരും. നാടകം എപ്പോഴാണോ പൂർത്തിയാകുന്നത് അപ്പോൾ എല്ലാ ആക്ടേഴ്സും സ്റ്റേജിലേക്ക് വരുന്നു. ഇപ്പോഴാണെങ്കിൽ എല്ലാ ആക്ടേഴ്സും സ്റ്റേജിൽ വന്ന് ഒത്തുകൂടിയിരിക്കുകയാണ്. എത്ര ഘോര കലഹമാണ്! സത്യയുഗത്തിലും മറ്റും ഇത്രയും ഘോര കലഹങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ എത്ര അശാന്തിയാണ്! ഇപ്പോൾ ബാബയ്ക്ക് സൃഷ്ടിചക്രത്തിൻ്റെ നോളജ് ഉള്ളതുപോലെ കുട്ടികളിലും നോളജ് ഉണ്ട്. ബീജത്തിന് നോളജ് ഉണ്ടല്ലോ. എൻ്റെ വൃക്ഷം എങ്ങനെയാണ് അഭിവൃദ്ധി പ്രാപിച്ച് പിന്നെ ഇല്ലാതാകുന്നത്? ഇപ്പോൾ നിങ്ങൾ ഇരിക്കുകയാണ് പുതിയ ലോകത്തിൻ്റെ തൈ നടുന്നതിനു വേണ്ടി, അഥവാ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സാപ്ലിംഗ് നടുന്നതിനു വേണ്ടി. നിങ്ങൾക്കറിയാം ഈ ലക്ഷ്മി നാരായണൻ രാജ്യം എങ്ങനെ നേടി. നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മളിപ്പോൾ പുതിയ ലോകത്തിൻ്റെ പ്രിൻസ് ആകും. ആ ലോകത്തിൽ വസിക്കുന്നവരെല്ലാം സ്വയം തങ്ങളെ അധികാരി എന്ന് തന്നെ പറയുമല്ലോ. ഏതുപോലെ ഇപ്പോഴും എല്ലാവരും ഭാരതം നമ്മുടെ ദേശമാണ് എന്ന് പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ സംഗമത്തിൽ നിൽക്കുകയാണ്. ശിവാലയത്തിൽ പോകാൻ പോകുന്നവരാണ്. ഇപ്പോൾ പോകുവാൻ പോകുന്നു. നമ്മൾ പോയി ശിവാലയത്തിൻ്റെ അധികാരിയാകും. നിങ്ങളുടെ എയിം ഓബ്ജക്റ്റ് തന്നെ ഇതാണ്. യഥാ രാജാ റാണി തഥാ പ്രജ. എല്ലാവരും ശിവാലയത്തിൻ്റെ അധികാരിയാകുന്നു. പിന്നെ രാജധാനിയിൽ ഭിന്ന ഭിന്ന സ്റ്റാറ്റസ് ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. അവിടെ മന്ത്രിയൊന്നും ഉണ്ടായിരിക്കുകയില്ല. മന്ത്രി ഉണ്ടായിരിക്കുന്നത് പതീതമാകുമ്പോഴാണ്. ലക്ഷ്മി നാരായണനും രാമൻ്റെയും സീതയുടെയും മന്ത്രി എന്ന് കേട്ടിട്ടുണ്ടാകില്ല. കാരണം അവർ സ്വയം സതോ പ്രധാനവും പാവന ബുദ്ധിയും ഉള്ളവരാണ്. പിന്നെ എപ്പോഴാണോ പതീതമാകുന്നത് അപ്പോൾ രാജാവും റാണിയും ഒരു മന്ത്രിയെ വയ്ക്കുന്നു അഭിപ്രായം എടുക്കുന്നതിനായി. ഇപ്പോഴാണെങ്കിൽ നോക്കൂ, അനേകം മന്ത്രിമാരുണ്ട്.
കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട്, ഇത് വളരെ രസകരമായ കളിയാണ്. കളി എപ്പോഴും രസകരമായിരിക്കുക തന്നെ ചെയ്യും. സുഖവും ഉണ്ടായിരിക്കും, ദുഃഖവും ഉണ്ടായിരിക്കും. ഈ പരിധിയില്ലാത്ത കളിയെ കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. ഇതിൽ കരഞ്ഞ് നിലവിളിക്കുന്നതിൻ്റെ മറ്റും കാര്യമേയില്ല. കഴിഞ്ഞു പോയതിനെ കഴിഞ്ഞതായി കാണൂ എന്ന് പാടുകയും ചെയ്യുന്നു. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ നാടകം നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നമ്മൾ ഇതിലെ ആക്ടേഴ്സാണ്. നമ്മുടെ 84 ജന്മങ്ങളുടെ പാർട്ട് ആക്യുറേറ്റും അവിനാശിയുമാണ്. ആര് ഏത് ജന്മത്തിൽ ഏതൊരു ആക്ട് ചെയ്തു വന്നുവോ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇന്നേക്ക് 5000 വർഷം മുമ്പും നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഗീതയിലും വാക്കുണ്ട്. നിങ്ങൾ അറിയുന്നുണ്ട്, തീർച്ചയായും ആദി സനാതന ദേവീ ദേവതാ ധർമ്മം എപ്പോൾ സ്ഥാപിതമായിരുന്നു അപ്പോൾ ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേഹത്തിൻ്റെ എല്ലാ ധർമ്മവും ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. മന്മനാഭവയുടെ അർത്ഥം ബാബ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തന്നു. ഭാഷയും ഇത് തന്നെയാണ്. ഇവിടെ നോക്കൂ, എത്ര അനേകം ഭാഷകളുണ്ട്. ഭാഷകളുടെ കാര്യത്തിലും എത്ര കോലാഹലമാണ്. ഭാഷയില്ലാതെ കാര്യം നടക്കുക സാധ്യമല്ല. മദർ ലാംഗ്വേജ് ഇല്ലാതായി പോകുന്ന തരത്തിലുള്ള ഭാഷകൾ പഠിച്ചു വരുന്നു. ആര് അധികം ഭാഷകൾ പഠിക്കുന്നു അവർക്ക് സമ്മാനം ലഭിക്കുന്നു. എത്ര ധർമ്മങ്ങളുണ്ടോ അത്രയും ഭാഷകൾ ഉണ്ടായിരിക്കും. അവിടെയാണെങ്കിൽ നിങ്ങൾക്കറിയാം, തൻ്റെ തന്നെ രാജ്യമായിരിക്കും, ഭാഷയും ഒന്നായിരിക്കും. ഇവിടെയാണെങ്കിൽ 100 മൈലാകുമ്പോൾ ഒരു ഭാഷയാണ്. അവിടെയാണെങ്കിൽ ഒരേ ഒരു ഭാഷയേ ഉള്ളൂ. ഈ എല്ലാ കാര്യങ്ങളും ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. അപ്പോൾ ആ ബാബയെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. ശിവബാബ ബ്രഹ്മാവിലൂടെ മനസ്സിലാക്കിക്കുന്നു. രഥം തീർച്ചയായും വേണമല്ലോ. ശിവബാബ നമ്മുടെ പിതാവാണ്. ബാബ പറയുന്നു, എൻ്റേത് പരിധിയില്ലാത്ത കുട്ടികളാണ്. ബാബ ഇദ്ദേഹത്തിലൂടെ പഠിപ്പിക്കുന്നുവല്ലോ. ടീച്ചറിനെ ഒരിക്കലും ആശ്ലേഷിക്കാറില്ല. ബാബ നിങ്ങളെ പഠിപ്പിക്കുവാനാണ് വന്നിരിക്കുന്നത്. രാജയോഗം പഠിപ്പിക്കുന്നു. അപ്പോൾ ടീച്ചറായല്ലോ. നിങ്ങൾ സ്റ്റുഡൻ്റാണ്. സ്റ്റുഡൻറ്റ് എപ്പോഴെങ്കിലും ടീച്ചറിനെ ആശ്ലേഷിക്കാറുണ്ടോ? ഒരു പിതാവിൻ്റേതായ ശേഷം മറ്റുള്ളവരോട് ഹൃദയം ചേർക്കരുത്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണല്ലോ. നിങ്ങൾ ശരീരധാരിയാണ്. അശരീരിയായ ഞാൻ മുകളിൽ വസിക്കുന്നവനാണ്. ബാബ പാവനമാക്കുവാൻ വരൂ എന്ന് പറയുന്നു. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ പതീതമാണല്ലോ. പിന്നെ എന്നെ എങ്ങനെ ആശ്ലേഷിക്കാൻ സാധിക്കും? പ്രതിജ്ഞ ചെയ്ത ശേഷം പിന്നെ പതീതമായി മാറുന്നു. എപ്പോഴാണോ പൂർണ്ണമായും പാവനമായി മാറുന്നത്, അവസാനം പിന്നെ ഓർമ്മയും നിലനിൽക്കും. ടീച്ചറിനെയും ഗുരുവിനെയും ഓർമ്മിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴാണെങ്കിൽ മോശമായി മാറി വീണു പോകുന്നു. പിന്നെയും 100 മടങ്ങ് ശിക്ഷയുണ്ടാകുന്നു. ഈ ഒന്നിനെയാണെങ്കിൽ ഇടയിൽ ദല്ലാളിൻ്റെ രൂപത്തിൽ ലഭിച്ചിരിക്കുകയാണ്. ആ ഒന്നിനെ ഓർമ്മിക്കണം. ബാബ പറയുന്നു, ഞാനും ആ ഒന്നിൻ്റെ മധുരമായ സന്താനമാണ്. പിന്നെ എനിക്ക് എങ്ങനെയാണ് ആശ്ലേഷിക്കാൻ സാധിക്കുന്നത്? നിങ്ങളാകട്ടെ പിന്നെയും ഈ ശരീരത്തിലൂടെ കണ്ടുമുട്ടുന്നു. ഞാൻ ആ ഒന്നിനെ എങ്ങനെ ആശ്ലേഷിക്കും? ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ ഒരു ബാബയെ തന്നെ ഓർമ്മിക്കൂ, സ്നേഹിക്കൂ. ഓർമ്മയിലൂടെ വളരെയധികം പവർ ലഭിക്കുന്നു. ബാബ സർവശക്തിവാനാണ്. ബാബയിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് ഇത്രയും പവർ ലഭിക്കുന്നത്. നിങ്ങൾ എത്ര ബലവാനാകുന്നു. നിങ്ങളുടെ രാജധാനിയുടെ മേൽ ആർക്കും ജയം നേടുവാൻ സാധിക്കില്ല. രാവണ രാജ്യം തന്നെ ഇല്ലാതായി പോകുന്നു. ദുഃഖം നൽകുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കുകയില്ല.
അതിനെ സുഖധാമം എന്ന് പറയുന്നു. രാവണൻ മുഴുവൻ വിശ്വത്തിൽ എല്ലാവർക്കും ദുഃഖം നൽകുന്നവനാണ്. മൃഗങ്ങളും ദുഃഖിതരാകുന്നു. അവിടെയാണെങ്കിൽ മൃഗങ്ങളും പരസ്പരം സ്നേഹത്തോടെ കഴിയുന്നു. ഇവിടെയാണെങ്കിൽ സ്നേഹമേ ഇല്ല. കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട് ഈ ഡ്രാമ എങ്ങനെയാണ് തിരിയുന്നത്. ഇതിൻ്റെ ആദ്യമധ്യാന്ത്യത്തിൻ്റെ രഹസ്യം ബാബ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. ചിലർ നല്ല രീതിയിൽ പഠിക്കുന്നു, ചിലർ പഠിക്കുന്നത് കുറവാണ്. എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ. മുഴുവൻ ലോകവും പഠിക്കും. അതിനർത്ഥം ബാബയെ ഓർമ്മിക്കും. ബാബയെ ഓർമ്മിക്കുക, ഇതും പഠനമാണല്ലോ. ആ ബാബയെ എല്ലാവരും ഓർമ്മിക്കുന്നു. ആ ഒന്ന് സർവരുടെയും സദ്ഗതി ദാതാവാണ്, സർവർക്കും സുഖം നൽകുന്നവനാണ്. വന്ന് പാവനമാക്കൂ എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായും പതീതരാണ്. ആ ഒന്ന് വരുന്നത് തന്നെ വികാരികളെ നിർവികാരിയാക്കുവാനാണ്. ഹേ അല്ലാഹു, വന്ന് നമ്മളെ പാവനമാക്കൂ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഇതുതന്നെയാണ് ആ ഒന്നിൻ്റെ തൊഴിൽ. അതിനാൽ വിളിക്കുന്നു. നിങ്ങളുടെ ഭാഷയും കറക്റ്റായിരിക്കണം. അവർ പറയുന്നു അല്ലാഹു, മറ്റവർ പറയുന്നു ഗോഡ് ഫാദർ എന്നും പറയുന്നു. അവസാനം വരുന്നവരുടെ ബുദ്ധി പിന്നെയും നല്ലതായിരിക്കും. ഇത്രയും ദുഃഖം എടുക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മുന്നിലിരിക്കുകയാണ്. എന്താണ് ചെയ്യുന്നത്? ബാബയെ ഈ ഭൃഗുടിയിൽ നോക്കുന്നു. ബാബ പിന്നെ നിങ്ങളുടെ ഭൃഗുടിയിൽ നോക്കുന്നു. ആരിലാണോ ഞാൻ പ്രവേശിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ കാണാൻ സാധിക്കുമോ? ആ ഒന്ന് സമീപത്തിരിക്കുകയാണ്. ഇത് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ സമീപത്ത് ഇരിക്കുകയാണ്, എൻ്റെ സമീപത്തിരിക്കുകയാണ് എന്ന് ഇദ്ദേഹവും മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ അന്യോന്യം കാണുന്നു എന്ന് നിങ്ങൾ പറയും. ബാബയും ദാദായും രണ്ട് ആത്മാവിനെയും കാണുന്നു. നിങ്ങളിൽ ജ്ഞാനമുണ്ട് ബാബ് ദാദ എന്ന് ആരെയാണ് പറയുന്നത്? ആത്മാവ് മുന്നിലിരിക്കുകയാണ്. ഭക്തിമാർഗത്തിലും കണ്ണുകൾ അടച്ചിരുന്ന് കേൾക്കുന്നു. പഠനം ഇങ്ങനെയല്ല നടക്കുന്നത്. ടീച്ചറിനെ നോക്കേണ്ടി വരുമല്ലോ. ഈ ഒന്നാണെങ്കിൽ പിതാവുമാണ് ടീച്ചറുമാണ്. അപ്പോൾ മുന്നിൽ നോക്കേണ്ടതുണ്ട്. മുന്നിൽ ഇരിക്കുകയും കണ്ണുകൾ അടഞ്ഞിരിക്കുകയും ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുകയുമാണെങ്കിൽ ഇങ്ങനെ പഠനം നടക്കുന്നില്ല. സ്റ്റുഡൻറ് ടീച്ചറിനെ തീർച്ചയായും നോക്കിക്കൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ ടീച്ചർ പറയും, ഇയാൾ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇയാൾ ഏതോ കഞ്ചാവ് കുടിച്ചിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് ബാബ ഈ ശരീരത്തിലുണ്ട്. ഞാൻ ബാബയെ കാണുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ആരെങ്കിലും കണ്ണുകൾ അടച്ചിരിക്കാൻ തക്കവണ്ണം ഇത് കോമൺ ക്ലാസ് അല്ല. സ്കൂളിൽ ഒരിക്കലും ആരെങ്കിലും കണ്ണടച്ചിരിക്കാറുണ്ടോ? മറ്റ് സത്സംഗങ്ങളെ സ്കൂൾ എന്ന് പറയില്ല. ഗീത ഇരുന്ന് കേൾപ്പിക്കുന്നു എങ്കിലും അതിനെ സ്കൂൾ എന്ന് പറയുന്നില്ല. അവരെ നോക്കുവാൻ തക്കവണ്ണം അത് പിതാവുമല്ല. ചില ശിവന്റെ ഭക്തരുണ്ട്. ശിവനെ തന്നെ ഓർമ്മിക്കുന്നു. കാതിലൂടെ കഥ കേട്ടുകൊണ്ടിരിക്കുന്നു. ശിവന്റെ ഭക്തി ചെയ്യുന്നവർക്ക് ശിവനെ തന്നെ ഓർമ്മിക്കേണ്ടി വരും. ഒരു സത്സംഗത്തിലും ചോദ്യോത്തരങ്ങളോ മറ്റോ ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ നിങ്ങളുടെ വരുമാനം വളരെയധികമാണ്. വരുമാനത്തിൽ ഒരിക്കലും കോട്ടുവ വരിക സാധ്യമല്ല. ധനം ലഭിക്കുകയാണല്ലോ, അപ്പോൾ സന്തോഷമുണ്ടാകുന്നു. കോട്ടുവായ് ദുഃഖത്തിൻ്റെ അടയാളമാണ്. രോഗാവസ്ഥ ഉണ്ടാവുകയോ പാപ്പരാവുകയും ചെയ്തുവെങ്കിൽ കോട്ടുവ വന്നുകൊണ്ടിരിക്കും. പൈസ ലഭിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും കോട്ടുവ വരില്ല. ബാബ വ്യാപാരിയുമാണ്. രാത്രിയിൽ സ്റ്റീമർ വരുമായിരുന്നപ്പോൾ രാത്രിയിൽ ഉണർന്നിരിക്കേണ്ടി വരുമായിരുന്നു. ചില ബേഗം
രാത്രിയിൽ വരുമായിരുന്നു. അപ്പോൾ കേവലം ഫീമെയിൽസിന് വേണ്ടി മാത്രം തുറന്നു വയ്ക്കുമായിരുന്നു. ബാബയും പറയുന്നു, എക്സിബിഷനിലും മറ്റും ഫീമെയിൽസിന് വേണ്ടി വിശേഷിച്ച് ദിവസം വയ്ക്കൂ. അപ്പോൾ ധാരാളം പേർ വരും. പർദ്ദ ധരിച്ചവരും വരും. മരുമക്കൾ പർദ്ദ ധരിച്ചിരിക്കുന്നു. വാഹനത്തിലിരുന്നാലും പർദ്ദ ഉണ്ടായിരിക്കും. ഇവിടെയാണെങ്കിൽ ആത്മാവിൻ്റെ കാര്യമാണ്. ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ പർദ്ദയും തുറക്കും. സത്യയുഗത്തിൽ പർദ്ദയും മറ്റും ഉണ്ടായിരിക്കുന്നില്ല. ഇത് പ്രവൃത്തി മാർഗത്തിൻ്റെ ജ്ഞാനമാണല്ലോ. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്ക് വേണ്ടി മുഖ്യസാരം. ഇത് വളരെയധികം രസകരമായി ഉണ്ടാക്കപ്പെട്ട കളിയാണ്. ഇതിൽ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പാർട്ട് അടങ്ങിയിട്ടുണ്ട്. അതിനാൽ കരഞ്ഞ് നിലവിളിക്കേണ്ട ആവശ്യമില്ല. ബുദ്ധിയിലുണ്ടായിരിക്കണം. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞു പോയതിനെ ചിന്തിക്കരുത്. ഇത് കോമൺ ക്ലാസ് അല്ല. ഇതിൽ കണ്ണുകൾ അടച്ചിരിക്കരുത്. ടീച്ചറിനെ മുന്നിൽ നോക്കണം. കോട്ടുവായി മറ്റും ഇടരുത്. കോട്ടുവായി ദുഃഖത്തിൻ്റെ അടയാളമാണ്. വരദാനം: സന്തുഷ്ടതയുടെ 3 സർട്ടിഫിക്കറ്റ് നേടി തൻ്റെ യോഗി ജീവിതത്തിൻ്റെ പ്രഭാവമിടുന്ന സഹജ യോഗിയായി ഭവിക്കട്ടെ. സന്തുഷ്ടത യോഗി ജീവിതത്തിൻ്റെ വിശേഷ ലക്ഷ്യമാണ്. ആര് സദാ സന്തുഷ്ടമായിരിക്കുന്നോ, സർവരെയും സന്തുഷ്ടമാക്കുന്നുവോ, അവരുടെ യോഗി ജീവിതത്തിൻ്റെ പ്രഭാവം മറ്റുള്ളവരിൽ സ്വതവേ ഉണ്ടാകുന്നു. ഏതുപോലെ സയൻസിൻ്റെ സാധനങ്ങളുടെ പ്രഭാവം വായുമണ്ഡലത്തിൽ ഉണ്ടാകുന്നു, അതേപോലെ സഹജ യോഗി ജീവിതത്തിൻ്റെയും പ്രഭാവം ഉണ്ടാകുന്നു. യോഗി ജീവിതത്തിൻ്റെ 3 സർട്ടിഫിക്കറ്റാണ്. 1 സ്വയം തന്നോട് സന്തുഷ്ടം, 2 ബാബ സന്തുഷ്ടം, 3 ലൗകിക അലൗകിക പരിവാരം സന്തുഷ്ടം. സ്ലോഗൻ: സ്വരാജ്യത്തിൻ്റെ തിലകമുള്ളവരും വിശ്വമംഗളത്തിൻ്റെ കിരീടമുള്ളവരും സ്ഥിതിയുടെ സിംഹാസനത്തിൽ വിരാജിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് രാജയോഗി. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ലൈറ്റ് സ്വരൂപമായ ഞാൻ ആത്മാവ് ലൈറ്റിൻ്റെ ആകാരി സ്വരൂപത്തിൽ ഫരിഷ്തയായി സ്ഥിതി ചെയ്യുന്നു. ഈ വ്യക്തദേശത്തിൽ നിന്നും ഡബിൾ ലൈറ്റ് ഫരിഷ്തയായ ഞാൻ 1 സെക്കൻഡിൽ ബാബ് ദാദയുടെ സന്മുഖത്ത് സ്ഥിതി ചെയ്യുന്നു. ബാബ് ദാദ തൻ്റെ വരദാനി ദൃഷ്ടിയിലൂടെ സമസ്ത ഈശ്വരീയ ശക്തികളുടെ ഗുണങ്ങളുടെ സകാശിലൂടെ ആത്മാവിനെ അലങ്കരിക്കുന്നു.
ഭാഗ്യവിധാതാവും വരദാതാവുമായ ബാബയുടെ ദൃഷ്ടിയിലൂടെ ഞാൻ അതീന്ദ്രിയ സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും പരിപൂർണത അനുഭവിക്കുന്നു. ബാപ്ദാദയെ എൻ്റെ കൂട്ടുകാരനാക്കി അന്തർവാഹക ശരീരത്തിലൂടെ ഞാൻ വിശ്വത്തിലേക്ക് സഞ്ചരിക്കുന്നു. ശക്തിശാലി വൃത്തിയിലൂടെയും ദൃഷ്ടിയിലൂടെയും സമസ്ത വിശ്വത്തിലേക്ക് പരമാത്മാ ശക്തിയുടെ, പരമാത്മാ ശാന്തിയുടെ, അലൗകിക സുഖത്തിൻ്റെ സകാശ് വ്യാപിപ്പിക്കുന്നു.